നമോ നാരായണായ. നമസ്കാരം. എല്ലാ ഏകാദശിയുടെ മഹത്വവും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ പുരാണങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുള്ളത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞു തരാൻ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ വിധമാണ്. വസിഷ്ഠ മുനിയാണ് മോഹിനി ഏകാദശി വ്രത മഹാത്മ്യത്തെക്കുറിച്ച് ആദ്യമായി ശ്രീരാമന് പറഞ്ഞു കൊടുത്തത്. അത് ഞാൻ നിനക്കായി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കാൻ തുടങ്ങി. ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം വസിഷ്ഠ മുനിയോട് എല്ലാ പാപങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും നല്ല ദിവസത്തെക്കുറിച്ച് ചോദിച്ചു. ആദ്യം പിതാവിനെയും പിന്നീട് സീതാദേവിയെയും പിരിഞ്ഞ ദുഃഖം സഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിനാൽ ദുഃഖമെന്ന മഹാസാഗരത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. അത് കേട്ട് വസിഷ്ഠമുനി പറഞ്ഞു, അല്ലയോ രാമ, അങ്ങയുടെ നാമം സ്മരിച്ചാൽ തന്നെ ഒരു വ്യക്തിക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. മനുഷ്യരാശിക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും കൂടുതൽ പ്രയോജനം ലഭിക്കാനുമാണ് അങ്ങ് ഇതെന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഭഗവാനെ, അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞാൻ അതേക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ലോകത്തെ ആകമാനം ശുദ്ധീകരിക്കുന്ന ഒരു വ്രതത്തെക്കുറിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് വിവരിച്ചു കൊടുക്കുന്നു. ആ ദിവസം വൈശാഖ മാസ ശുക്ലപക്ഷ ഏകാദശിയിലാണ് വരുന്നത്. മോഹിനി ഏകാദശി എന്ന പേരിൽ ആചരിക്കുന്നു. മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി മായ എന്ന വലയത്തിൽ അകപ്പെടാതെ കഷ്ടപ്പാടുകളില്ലാതെ സുഖകരമായ ജീവിതം നയിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളില്ലാതെ ദുഃഖങ്ങളില്ലാത്ത ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ തടസ്സങ്ങളെ ഒഴിവാക്കി ദുരിതങ്ങൾ നീക്കി ഐശ്വര്യപൂർണമായ ജീവിതം നൽകുന്ന മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക തന്നെ ചെയ്യണം. അതിനുദാഹരണമായി ഒരു കഥയും പറഞ്ഞു കേൾപ്പിക്കുന്നു. കഥ ഇങ്ങനെയാണ്. പണ്ട് സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന ഒരു സ്വർഗതുല്യമായ ഒരു നഗരം ഉണ്ടായിരുന്നു. അവിടം ഭരിച്ചിരുന്നത് ദ്യുതിമാൻ എന്നു പേരുള്ള ഒരു രാജാവായിരുന്നു. തികഞ്ഞ ഈശ്വരവിശ്വാസിയും സത്യസന്ധനും ബുദ്ധിമാനുമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ചന്ദ്രവംശജനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രജകളിൽ ധനപാലൻ എന്നൊരു ധനികനുണ്ടായിരുന്നു. ധാരാളം പണവും മറ്റും കൈവശമുള്ളൊരു വ്യാപാരി. അദ്ദേഹം വളരെ ഈശ്വരവിശ്വാസിയും നല്ലവനുമായിരുന്നു. അദ്ദേഹം ആ നഗരത്തിലെ എല്ലാവർക്കുമായി തടാകങ്ങളും യാഗശാലകളും പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ നിർമ്മിച്ചു. തീവ്ര വിഷ്ണുഭക്തനായിരുന്ന അദ്ദേഹത്തിന് 5 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും സത്സ്വഭാവികളും ഭക്തരുമായിരുന്നു. ദൃഷ്ടബുദ്ധി എന്ന ഒരു പുത്രൻ മാത്രം അനുസരണയില്ലാത്തവനും ദൈവവിശ്വാസമില്ലാത്തവനും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവനും ലഹരി ഉപയോഗിച്ച് അന്യ സ്ത്രീകളുമായി കൂത്താടി നടക്കുന്നവനുമായിരുന്നു. കൂടാതെ മുതിർന്നവരെ അവഹേളിക്കുക, അങ്ങനെയുള്ള അനേകം മോശമായ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നവനുമായിരുന്നു. ഇതിൽ ദുഃഖിതനായ ധനപാലൻ മകനെ പല വിധത്തിലും ഉപദേശിച്ചു നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവയെല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം അവനെ ഗൃഹത്തിൽ നിന്നും പുറത്താക്കി. കയ്യിലുണ്ടായിരുന്ന ധനവും സ്വർണവും എല്ലാം വിറ്റ് അവൻ ധൂർത്തടിച്ചു. ഒടുവിൽ ഒന്നുമില്ലാതായപ്പോൾ മോഷണം തുടങ്ങി. അങ്ങനെ രാജാവിൻ്റെ ഭൃത്യന്മാർ അവനെ തടങ്കലിലാക്കി. അവനെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി. ഒടുവിൽ ജീവിക്കാൻ ഗതിയില്ലാതെ ആയ അവൻ തൻ്റെ നീചപ്രവൃത്തികളിൽ പശ്ചാത്തപിച്ച് ദുഃഖത്തോടെ ഈ പാപങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം തേടി കാട്ടിലൂടെ ഒരുപാട് അലഞ്ഞു. ഒടുവിൽ വൈശാഖ മാസത്തിലെ ഒരു പുണ്യദിനത്തിൽ അവൻ ഗംഗാനദിയിൽ നിന്നും സ്നാനം കഴിഞ്ഞ് കയറി വരുന്ന കൗണ്ഡിന്യ മുനിയെ കണ്ടു. കൗണ്ഡിന്യ മുനിക്ക് മുന്നിൽ നിന്ന ദൃഷ്ടബുദ്ധിയുടെ മേൽ മുനിയുടെ ശരീരത്തിൽ നിന്നും ഗംഗാജലം തെറിച്ചു വീണു. അതോടുകൂടി അയാളുടെ ദുഷ്ടബുദ്ധി കുറച്ചൊക്കെ തെളിഞ്ഞ് നല്ല ബുദ്ധിയായി. അങ്ങനെ തിരിച്ചറിവ് വന്ന ദൃഷ്ടബുദ്ധി കൗണ്ഡിന്യ മുനിയുടെ മുൻപിൽ കൈകൂപ്പി നിന്ന് ചെയ്ത അപരാധങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം പറഞ്ഞു തരാനായി അപേക്ഷിച്ചു. കനിവ് തോന്നിയ മുനി അവനോട് എന്നും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗംഗയിൽ സ്നാനം ചെയ്യുകയും മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനും ഉപദേശിച്ചു. നിഷ്ഠയോടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് സർവ്വപാപങ്ങളിൽ നിന്നും മുക്തി നേടി സുഖജീവിതം നയിച്ച് ഒടുവിൽ മോക്ഷം സിദ്ധിച്ച് അവൻ സ്വർഗം പൂകി. വൈശാഖ സ്നാനവും വൈശാഖ മാസത്തിൽ വരുന്ന മോഹിനി ഏകാദശി വ്രതവും വളരെയേറെ പുണ്യം നിറഞ്ഞതാണ്.
ബ്രഹ്മമുഹൂർത്തത്തിലുള്ള വൈശാഖ സ്നാനം സർവ്വ പാപങ്ങളും ഇല്ലാതാക്കി മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നു. അതോടൊപ്പം വ്രതവും നാമജപവും കൂടിയാവുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഇതിൽ പരമായി ഒന്നും തന്നെ ആവശ്യമില്ല. വസിഷ്ഠമുനി പറയുന്നു, 3 ലോകങ്ങളിലും ഇതിലും നല്ല ഒരു വ്രതാനുഷ്ഠാനം ഇല്ല എന്ന്. ഭഗവാൻ എന്തുകൊണ്ട് മോഹിനി രൂപം ധരിച്ചു? വേറെ എന്തെല്ലാം ശക്തമായ രൂപങ്ങളുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഒരു സ്ത്രീയായ രൂപമെടുത്തു? ഇത് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഒരു ചോദ്യമാണ്. സ്ത്രീ പുരുഷ സമത്വത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ സ്ത്രീരൂപമെടുത്തത് എന്ന് പുരാണങ്ങൾ പറയുന്നു. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ശക്തരാണെന്ന് മോഹിനി രൂപമെടുത്ത് ഭഗവാൻ തെളിയിക്കുന്നു. പാലാഴി മഥന സമയത്ത് പൊന്തി വന്ന അമൃത കൈക്കലാക്കാൻ അസുരന്മാർ ശ്രമിച്ചപ്പോൾ അത് ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ വളരെ ശക്തമായ അസുരസേനയെ വളയ്ക്കാൻ എളുപ്പത്തിലുള്ള ഒരു മാർഗമായി സ്വീകരിച്ചതാണ് വശ്യ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മോഹിനി രൂപം. അതിൽ മനം മയങ്ങിയ അസുരന്മാരിൽ നിന്ന് അമൃതകുംഭം അനായാസേന തട്ടിയെടുത്ത് ദേവന്മാർക്ക് നൽകാൻ ഭഗവാന് കഴിഞ്ഞു. സത്യമല്ലാത്ത പല മായകളും ലോകത്തിലുണ്ടാകും. അവയിലൊന്നും കുടുങ്ങാതെ സത്യത്തെ മാത്രം പിന്തുടരാനുള്ള ജ്ഞാനം മോഹിനി ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നു. സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞ് നല്ല ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ഈ വർഷം 2025 മെയ് 8 വ്യാഴാഴ്ചയാണ് മോഹിനി ഏകാദശി വരുന്നത്. മോഹിനി ഏകാദശി തിഥി 2025 മെയ് 7 പകൽ 10:20 ആരംഭിച്ച് മെയ് 8 ഉച്ചയ്ക്ക് 12:29 അവസാനിക്കുന്നു. പാരണ വീടേണ്ടത് മെയ് 9 രാവിലെ 5:52 മുതൽ 8:28 വരെയുള്ള സമയത്താണ്. ഹരിവാസരം വരുന്നത് മെയ് 8 രാവിലെ 7:05 മുതൽ സന്ധ്യയ്ക്ക് 7:06 വരെയുള്ള സമയത്താണ്. അന്നേ ദിവസം അവരവർക്ക് സാധിക്കും പോലെ വ്രതം നോറ്റ് വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെയേറെ ശ്രേയസ്കരം. കൂടാതെ സാധിക്കുമെങ്കിൽ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്തുള്ള അരിയന്നൂർ അഥവാ ഹരികന്യക ഊർ എന്ന സ്ഥലത്തുള്ള ഹരികന്യക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൂടുതൽ പുണ്യകരം. മോഹിനി രൂപം പൂണ്ട വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ഭുജംഗം, നാരായണീയം, ഭഗവത്ഗീത, ഹരിനാമ കീർത്തനം എന്നിവയൊക്കെ ചൊല്ലാവുന്നതാണ്. ഇതൊന്നും സാധിക്കാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്നീ മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ്. നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പുണ്യം. ഏകാദശി തിഥിയുടെ അവസാനത്തെ 6 മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 6 മണിക്കൂറും ചേർന്ന സമയമാണ് ഹരിവാസരം. ഈ സമയം അഖണ്ഡ നാമജപം വളരെയേറെ പുണ്യം. മോഹിനി ഏകാദശിക്ക് ചൊല്ലേണ്ടുന്ന മാധവസ്തുതിയും നാരായണീയ ഭാഗവും നിങ്ങളുമായി ഉടൻ പങ്കുവയ്ക്കുന്നതാണ്. വൈശാഖ മാസത്തിൽ മാധവനായിട്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. മാധവസ്തുതികൾ ചൊല്ലുന്നതും അച്യുതാഷ്ടകം തുടങ്ങിയവ ജപിക്കുന്നതും ഏറെ വിശേഷമാണ്. എല്ലാവർക്കും വൈശാഖ മാസ പുണ്യം നിറഞ്ഞ മോഹിനി ഏകാദശി വ്രതം നോറ്റ് പാപമുക്തി നേടി സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.